ഇന്ന് ഞാൻ കരുതി മോനെ സ്കൂളിലേക്ക് ഞാൻ കൂട്ടാൻ പോവാണ്. അപ്പോൾ ആ കൂട്ടിയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് കഥകളൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറേ പഴയ സ്റ്റോറികളൊക്കെ ഇങ്ങനെ പറയും. അതെനിക്കിഷ്ടമാണ്, പഴയ എൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയാനും പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അപ്പോൾ നിങ്ങളോട് പറയണ സമയത്ത് എനിക്കും ഓർക്കാം, അത് നല്ല ഓർമ്മയില്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിലാട്ടോ പോയത്. ഞാൻ ഇപ്പോൾ സ്കൂട്ടർ എടുക്കാറില്ല. ബസ്സിൽ സാധാരണ ഞാൻ നടന്നിട്ടാണ് പോവൽ. പക്ഷെ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ബസ്സിന് പോവാന്ന്. അപ്പോൾ ബസ്സിന് പോയതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ എത്തുകയും ചെയ്തു. അങ്ങനെ നേരത്തെ എത്തിയപ്പം ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് വായി നോക്കിയിരുന്നു. ഇവിടെ ബസ്സിലും തിരക്കാണ്, മെട്രോയിലും തിരക്കാണ്, റോട്ടിലും തിരക്കാണ്, മൊത്തത്തിൽ തിരക്കാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നടന്നു സ്കൂളിലേക്ക് കേട്ടോ. ഞാൻ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് സ്കൂളിലേക്ക് പോവുകയും തിരിച്ച് വരികയൊക്കെ ചെയ്യുക. എൻ്റെ അമ്മയോ അച്ഛനോ ഒന്നും എന്നെ സ്കൂളിലേക്ക് കൂട്ടാൻ വരികയെ കൊണ്ടാക്കി തരിക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡേ മാത്രം എൻ്റെ അമ്മ വന്നൊരു ഓർമ്മ ഉണ്ട്. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ എല്ലാ കുട്ടികളും അമ്മമാരൊക്കെ ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ അമ്മ മാത്രം വേഗം എന്നെ കൊണ്ടുവിട്ടിട്ട്, അമ്മയ്ക്കും സങ്കടമാണ്, വേഗം പോവുമായിരുന്നു. അമ്മ ജോലിക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വേഗം ജോലിക്ക് പോവുകയായിരുന്നു ചെയ്യുക. അപ്പോൾ എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിലായിരുന്നു എൻ്റെ അമ്മ. അവസാനം നേടിയെടുത്ത നേട്ടങ്ങളൊക്കെ വെറുതെ. ആ ചാപ്റ്റർ അവിടെ ക്ലോസ്. പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. ബസ്സിന് വന്നുകൊണ്ട് തന്നെ നേരത്തെ എത്തി. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചൊരു ഗേറ്റൊക്കെ സ്കൂളിൻ്റെ രണ്ടാമത്തെ ഒരു ബാക്ക് ഭാഗത്തുള്ള ഗേറ്റാണ്. പിന്നെ അത് സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെയാണ്. അപ്പോൾ അവിടെ ആദ്യം 1-2 ആൾക്കാരൊക്കെ വന്ന്, പിന്നെ അതാ പാരൻസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2 ഗേറ്റ് ഉണ്ടാവും. ഞാൻ ബാക്ക് ഭാഗത്തെ ഗേറ്റിൽ കൂടെ വരാം. നല്ല സ്കൂളൊക്കെ കേട്ടോ. പുറത്ത് കണ്ടിരുന്ന ഗ്രൗണ്ടിലും കുട്ടികളിങ്ങനെ കളിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട്, അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ. മിക്ക ദിവസവും അവന് ഇവിടുന്ന് കളിക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. ഞാൻ ട്യൂഷന് പോകുന്നത് കാരണം ഒന്നും പറ്റാറില്ല. ഇത് അവൻ്റെ ക്ലാസ് ടീച്ചറാട്ടോ വരുന്നത്. ഇങ്ങനെ ടീച്ചർ വരും, എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ പാരൻസ് ഉള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ ഇങ്ങനെ എത്തി ഇങ്ങനെ നോക്കിയിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? അവനെ കാണുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. രാവിലെ പോയിട്ട് വൈകിട്ട് വരും, പക്ഷേ ആ സമയത്തെല്ലാം അമ്മമാർക്കും ഉണ്ടാവും തോന്നുന്നു അല്ലേ. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ എന്താക്കുമെന്ന് അറിയാം, അവിടെ തൊട്ടടുത്ത് ആ ഗ്രൗണ്ടിൻ്റെ ബാക്കിലായിട്ട് പോയി ഇരിക്കും. ഇരുന്നിട്ട് ഇവന് ഫുഡ് കൊടുക്കും. 3:15 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ട്യൂഷൻ തുടങ്ങും. പിന്നെ 6 മണിയാവും കഴിയാൻ. അപ്പോൾ ഉച്ചയ്ക്ക് ചില ദിവസങ്ങളിൽ മാത്രമേ ചോറ് അവൻ കൊണ്ടുപോകാറുള്ളൂ, അല്ലെങ്കിൽ ദോശയോ പുട്ടോ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറ്. അതുകൊണ്ട് ഞാൻ ചോറ് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിരുന്നിട്ട് ഇങ്ങനെ കൊടുക്കണ കേട്ടോ. തീറ്റി കൊടുക്കണ കാണുമ്പോഴും എനിക്ക് കുറേ ഓർമ്മകളുണ്ട് പറയാൻ. എൻ്റെ അമ്മമ്മ ചെറുതാവണ സമയത്തോ, എൻ്റെ അമ്മമ്മയ്ക്ക് ആരോഗ്യമുള്ള മരിക്കണതിൻ്റെ കുറച്ച് മുന്നേ വരെ എനിക്ക് അമ്മമ്മ തീറ്റി തരുന്നു. പിന്നെ എൻ്റെ മേമയും അമ്മമ്മയാണ് എന്നെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉരുള ചോറ് വാങ്ങിത്തന്നത്. എനിക്കൊരാൾ ചോറ് ഉരുള വായിലിട്ട് തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് അങ്ങോട്ട് കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോനെ ഒറ്റയ്ക്ക് തിന്നൊക്കെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ അതിന് ആരും പൊങ്കാലിടാൻ വരണ്ട. എനിക്ക് ഈ കുറച്ച് വലിയ ആൾക്കാരോടൊക്കെ ചീത്തയാക്കല്ലോ. പിന്നെ എൻ്റെ സേഫിനോടൊക്കെ എപ്പോഴും ചീത്തയാക്കണ കാര്യം ഓനെ ഞാൻ വാരി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ. പക്ഷെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും, അവൻ കുറച്ചധികം കഴിക്കുകയും ചെയ്യും. ഇന്ന് കുറച്ച് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞുകൊണ്ട് അവന് കുറച്ച് സമയമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചൊന്ന് പാർക്കിൽ കളിക്കട്ടെ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സമയമല്ലേ, അപ്പോൾ അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ കറങ്ങുന്ന ചക്രം പോലൊരു സാധനം ഉണ്ടല്ലേ, ഇതിനെന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിലാണ് എൻ്റെ മോനെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും സീറ്റിലാണ് ഇരിക്കണത്. ഈ 2 കുരുപ്പുകളാണ് പുറത്തിരിക്കണത്. എന്നിട്ട് ഭയങ്കര സ്പീഡിലാണ് കറങ്ങുക. എന്നിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഫുള്ള് പേടിയാണ്, ടെൻഷനാണ്. ഒന്നിട്ടം തെറിച്ച് താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കഥയ്ക്ക് ആലോചിക്കാനേ വയ്യ. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ചാടി കളിച്ച് കുറച്ച് സമയം 4 മണിയാകുമ്പോഴത്തേക്ക് ഇനി സമയമുണ്ട്. ഞങ്ങൾ നടന്നിട്ടാണ് പിന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാം. നമ്മളന്ന് സ്കൂളിൽ ചെറിയ പാർക്കോ ചെറിയ കുട്ടിയാകുന്ന സമയത്താവുന്നില്ല, ഫുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു രക്ഷയോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു കളിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടും. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി നമ്മളെ തൊടാൻ വരും. നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാവും. അങ്ങനെ എന്തോ കളി എല്ലാവർക്കും അറിയാതെ എനിക്കറിയില്ല. ഞങ്ങളെ സ്കൂളിലൊക്കെ പണ്ട് കളിച്ചിരുന്ന കളിയാണത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മൈസൂർ പാക്ക് വാങ്ങിട്ടോ.
ഞാൻ മധുരം നിർത്തിയതൊക്കെയാണ്, ചായയിൽ മാത്രം മധുരം ഇടില്ല. സാധാരണ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ, മധുരമുള്ളൊന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ മോന് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൻ കഴിക്കണത് കണ്ടപ്പോൾ ഒരു പൂതിയായിട്ട് ഞാനും ഒന്ന് കഴിച്ചതാണ്. ഫുള്ള് കഴിക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കഴിച്ചു. അങ്ങനെ അവനെ ഞാൻ ട്യൂഷനാക്കി. പിന്നെ അവൻ മുകളിലെത്തുന്ന സമയത്ത് ഈ സിഗ്നൽ തരും, ആ മാം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. എനിക്ക് മുകളിലേക്ക് കയറാനാവണില്ല. 30 വയസ്സായതാണെന്ന് തോന്നുന്നു. സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മേലും കൈയും വേദനയും മുരവേദനയും മുട്ടുവേദനയൊക്കെ. അപ്പോൾ മാം ഉണ്ട് എന്നുള്ളതും കാണിച്ച് എനിക്ക് ബായൊക്കെ തന്ന് ഫ്ലൈങ് കിസ്സൊക്കെ തന്നിട്ട് ആൾ പോയിട്ടോ. ഇനി ഞാൻ നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു പാർക്കുണ്ട്. പാർക്ക് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്നുമില്ല, ആൾക്കാർ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും മാത്രം ഓപ്പൺ ആവും. എന്നിട്ട് അവിടേക്ക് കുറേ ആളുകൾ വരും. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ കേട്ടോ വരുന്നത്. ഇവിടെ എല്ലാവരും ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉള്ളതും എല്ലാവർക്കും ഭയങ്കര സൗകര്യമാണ്. അതിന് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ വേസ്റ്റുകൾ. ഇവിടെ അധികമുള്ളതും ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും ഒക്കെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുന്നത് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല ആരോടും പറഞ്ഞിട്ട്, വെറുതെ എടുക്കന്നെ. ഇതാണ് ആ പാർക്ക്. ഇപ്പോൾ 4 മണിക്ക് ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ വേറൊരു 2 ചേട്ടന്മാരും ഉണ്ട്. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ 2 മണിക്കൂർ ഞാൻ അങ്ങനെ ഇരിക്കണ്ടേ. അപ്പം ഞാൻ സമയം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നിലക്കടല വാങ്ങിയിരുന്നു, ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള ഉപ്പ് നിലക്കടല. അപ്പോൾ അത് വാങ്ങി വിശന്നിട്ടൊന്നുമല്ല, വെറുതെ ഇങ്ങനെ കുറുക്കിയ ടൈമിലുണ്ടെങ്കിൽ അത് വേഗം തിന്ന് തീർത്താൽ സന്തോഷമായി. എന്നിട്ട് ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കും. ഇവിടെയാണെങ്കിൽ നെറ്റും ഇല്ല, റേഞ്ചില്ല. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഈ റീൽസോ വീഡിയോസോ ഒന്നും കാണാനും കഴിയില്ല. 2 മണിക്കൂർ ശോകമാണ്. പിന്നെ അവസാനമൊക്കെ ആവണ സമയത്ത് ഞാൻ എന്താക്കും, നീറ്റ് അങ്ങോട്ട് നടന്ന് കുറച്ച് സമയം ഞാൻ അവിടെയൊക്കെ ഏതായാലും വെറുതെ 2 മണിക്കൂർ അവിടെ വന്നിരിക്കുകയല്ല. അപ്പോൾ എല്ലാവരും നടക്കണ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ നടക്കും. ഈ നടക്കുന്ന സമയത്തും കുറേ ഓർമ്മകളൊക്കെയാണ്. ചില സമയത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ഓർത്ത് വരുമ്പോൾ കണ്ണിൽ വെള്ളം നിറയും. അങ്ങനെ ഓർത്ത് ഇപ്പം എനിക്ക് അറിയാനൊന്നുമില്ല. പക്ഷേ പഴയ ഓർമ്മകൾ ഓർക്കണ സമയത്ത്, ചില ആളുകളൊക്കെ ഓർക്കണ സമയത്ത്, ഇനി തിരിച്ചു കിട്ടാത്ത കുറേ ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മമ്മ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അനുഭവിച്ചു വന്ന കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സങ്കടമാണ്. പക്ഷേ എല്ലാം ഞാൻ അതിജീവിച്ചു. ഇപ്പോൾ ഞാൻ മോനെ 6 മണിയായപ്പോൾ അവനെ കൂട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ പോയിട്ട് പിന്നെ അവിടെ ഹുഡി എന്നാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. ഹുഡിയിലെത്തി പിന്നെയും കുറച്ച് അങ്ങോട്ട് നടക്കാനാണ് ഞങ്ങളുടെ റൂമിലേക്ക്. ബസ്സിൽ കയറിയപ്പോൾ ഉള്ള വീഡിയോ കേട്ടത്. ഇത് എന്താണ്, അങ്ങനെ ബസ്സിൽ കയറി അവിടെ ഞാൻ ഒരു ബട്ടൺ കാണിക്കാം കേട്ടോ. സ്റ്റോപ്പ് ബട്ടൺ. ഈ ബസ്സിൻ്റെ കമ്പീൻ്റെ മുകളിലൊക്കെ കാണാം ഒരു സ്റ്റോപ്പ് എന്ന് എഴുതിയ ബട്ടൺ. അതുപോലെ നമ്മൾ ഇരിക്കണതിൻ്റെ സൈഡിലും കാണാം. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഞെക്കിയാൽ ബസ് അവിടെ നിർത്തിരും. ബസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് നമ്മൾ ചേട്ടാ ബസ് നിർത്തുക ചേട്ടാ അങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യമില്ല, ആ ബട്ടൺ അങ്ങോട്ട് ഞെക്കിയാൽ മതി. അങ്ങനെ ബസ് ഇറങ്ങി പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് എൻ്റെ മോനോട് ഇങ്ങനെ ചോദിക്കണം, അമ്മേ ബദാം മിൽക്ക് വാങ്ങി തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റൂമിലെത്തിയപ്പോൾ എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ. അപ്പോൾ അവൻ പറയാണ് വെൽക്കം ടു അവർ ഹോം എന്നൊക്കെ പറയാം കേട്ടോ. അന്ന് ഞാനിതിൽ വോയിസ് ഒന്നും ഇടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ചോറ് തിന്നിട്ട് കുറച്ച് മോനെ പഠിപ്പിക്കാനുള്ളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാമെന്ന് കരുതി. അപ്പം ഇന്ന് ചോറിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മുരിങ്ങാക്കായിൻ്റെ കറിയും പിന്നെ പയറിൻ്റെ ഉപ്പേരി മാത്രമേ എന്തെയ്യുന്നുള്ളൂ. അപ്പോൾ രാത്രിയായ സമയത്ത് മോൻ എന്ത് കൊടുത്താലും മോൻ തിന്നോളും. പക്ഷെ ഞാൻ ഓംലെറ്റ് ആണ് ഭയങ്കര ഇഷ്ടം, മുട്ട ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ ഞാനൊരു ഓംലെറ്റും കൂടി ആക്കാമെന്നായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ഓംലെറ്റും കൂടി ഒക്കെ ആക്കിയിട്ട്, നല്ല പാത്രം കേട്ടത്, നല്ല വില ഉണ്ട്, 2000 രൂപയായിട്ടുണ്ട് ആ പാത്രത്തിന്. പക്ഷേ അടിപൊളി പാത്രമാണ്, കുറേ ഒന്നും ആവേയില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അല്ലെങ്കിൽ ഈ പാത്രം ചട്ടി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്തായാലും നല്ല പാത്രമാണ്. ഇപ്പം ആലോചിക്കുന്ന സമയത്ത് ഉമ്മക്കൊക്കെ എന്തൊരു സൗകര്യമല്ലേ, ഈ ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കിയാൽ മതി. എൻ്റെ അമ്മമ്മയൊക്കെ അടുപ്പിൽ ഊതി കത്തിച്ചിട്ടൊക്കെ ആയിരുന്നു. ഒരു ചായേൻ്റെ വെള്ളം വരെ നമുക്ക് ആരെയും വീട്ടിൽ വന്നാലൊക്കെ വേഗം അടുപ്പ് കത്തിച്ച് അങ്ങനെ ചായ വരെ അടുപ്പത്തായിരുന്നു ഉണ്ടാക്കലൊക്കെ. അപ്പോഴത്തെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഇപ്പോൾ ആർക്കാ അങ്ങനെയൊക്കെ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഈസിയാണ്, ആർക്കൊന്നിനും സമയമില്ല.
ഏച്ചിയൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് ആദ്യം ഏത് സമയത്താണെങ്കിലും അമ്മമ്മ വയറുവേദനയ്ക്കൊക്കെ ചൂടുവെള്ളമാക്കി തരാനൊക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടി മാത്രമൊക്കെ അടുപ്പ് വേണമെങ്കിൽ കത്തിച്ച് ചൂടുവെള്ളമൊക്കെ ആക്കി കൊടുക്കുന്നത്. അതുപോലെ ഏച്ചിക്ക് പുലർച്ചയ്ക്ക് ട്യൂഷന് പോകണേ, പുലർച്ച മീൻസ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണമായിരുന്നു. അപ്പോഴേക്ക് അമ്മമ്മ നേരത്തെ എണീറ്റ് അടുപ്പൊക്കെ കത്തിച്ച് ഏച്ചിക്ക് വേണ്ട ചായയും ഭക്ഷണമൊക്കെ ആക്കി കൊടുത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം അമ്മക്കൊക്കെ എന്തൊരു സൗകര്യമാണ്. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നാൻ പോവാം കേട്ടോ. വീണ്ടും ഞാൻ ചോറ് മോന് വാരി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ദയവേത് ആരെന്നോട് പറയരുത്. എൻ്റെ മോന് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയാം. അവന് സ്കൂളിൽ നിന്നൊക്കെ ഭക്ഷണം ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കാറ്. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പീഡിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുകയും ചെയ്യും. അവൻ കുറച്ച് അധികം കഴിക്കും. നമ്മൾ കൊടുത്ത് അതും അവന് ഇഷ്ടം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനും വിചാരിക്കും, എനിക്കിഷ്ടമുള്ള കാര്യം ഒരാൾ വാരി തരാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറൊരാൾ ഞാൻ ഉള്ളത് ഒരു സമയം വരെ എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ ചെയ്യട്ടെ എന്ന് കരുതാം. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം അവനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവനെ പഠിപ്പിച്ച്, നാളെ എന്തോ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ എന്തൊക്കെയൊക്കെയോ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി പഠിപ്പിച്ച് പിന്നെ ഉറങ്ങി. ബൈ, ഗുഡ് നൈറ്റ്.